Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അഫീഫ അബ്ദുൽ റഹ്മാൻ. समय का पहिया चलता जाए कभी न रुकने पाए जो इसका मान न जाने वो ജീവൻ ഭർ പഛതായേ. സമയം എന്ന ചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും അത് നിൽക്കുകയില്ല. അതിന്റെ വില മനസ്സിലാക്കാത്തവർ ജീവിതവും അതിന് തറഞ്ഞു നിൽക്കും. ജീവിതത്തിൽ ഏറ്റവും മൂല്യവഹത്തായ നിക്ഷേപം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരമായി ഉയരുന്നത് സമയമാണ്. അനശ്വരമായ ജീവിതം അതേത് നിമിഷവും അവസാനിക്കുന്നതാണ്. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ പരലോകത്ത് മനുഷ്യന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നാമത്തേത് ആയുസ് എന്തിൽ വിനിയോഗിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷവും പാഴാക്കാൻ സത്യവിശ്വാസിക്ക് കഴിയുകയില്ല. മനുഷ്യന് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഒഴിവു സമയം. അത് എല്ലായ്പ്പോഴും ലഭിക്കണമെന്നില്ല, ലഭിച്ചാൽ തന്നെയും കൂടുതൽ കാലം നിലനിൽക്കണമെന്നില്ല. ഒഴിവു സമയം ലഭിച്ചാൽ ഇന്ന് ആളുകൾ വില കുറഞ്ഞ വിനോദങ്ങൾക്കും പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കുമാണ് അത് ചിലവഴിക്കുന്നത്. നിന്റെ തിരക്കുകൾക്ക് മുമ്പ് നിന്റെ ഒഴിവ് വേളകളെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ദുനിയാവിലെ ആളുകളിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ള ഒരു പകലും വിളിച്ചു പറഞ്ഞതായിട്ടില്ല, ആദമിന്റെ സന്തതിയെ നീ അവസരം ഉപയോഗപ്പെടുത്തുക. ഒരുപക്ഷെ എനിക്ക് ശേഷം നിനക്കൊരു പകൽ ഇല്ലായിരിക്കാം. ഒരു രാത്രിയും വിളിച്ചു പറഞ്ഞതായിട്ടില്ല, ആദമിന്റെ സന്തതിയെ നീ അവസരം ഉപയോഗപ്പെടുത്തുക. എനിക്ക് ശേഷം മറ്റൊരു രാത്രി നിനക്കൊരു പക്ഷേ ഇല്ലാതിരിക്കാം. ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ, പാരിത്രിക കാര്യത്തിലും ശത്രുവുമായിട്ടുള്ള സമരത്തിൽ നിന്നും ഒഴിവ് കിട്ടുമ്പോൾ, ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ, സമുദായത്തിന്റെ പൊതുകാര്യത്തിലും നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛിക കർമ്മങ്ങളിലും, പകലത്തെ ജോലിത്തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം തീർന്നാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിൽ ശ്രദ്ധ പതിക്കേണ്ടതാണ് എന്നുള്ള മഹത്തായ ഒരു സാരോപദേശം കൂടിയാണിത്. ഒരു മനുഷ്യൻ ഈ ഐഹിക ജീവിതത്തിൽ 3 അവസ്ഥകൾക്കിടയിലാണ്. ഒന്ന്, കഴിഞ്ഞുപോയ സമയം. അവനെ സംബന്ധിച്ചിടത്തോളം അത് മടക്കിക്കൊണ്ടുവരാൻ അവന് സാധ്യമല്ല. 2, വരാനിരിക്കുന്ന സമയം. അതാവട്ടെ അതിൽ എത്തിപ്പെടുമോ ഇല്ലയോ എന്ന് അവൻ അറിയില്ല. 3, അവനിപ്പോൾ നിലകൊള്ളുന്ന സമയം. മുമ്പുള്ള സമയത്തോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അതിനെ മുതലെടുക്കുക എന്നതാണ് അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു നിമിഷം അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തന്റെ കൈവശമുള്ള ഒരു മൊബൈൽ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തിലുടനീളം നന്മയുടെ മൊഴിമുത്തുകൾ വാരി വിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയാൻ കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അമൂല്യ അനുഗ്രഹമാണ് സമയമെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഒരു ദിവസം കഴിഞ്ഞുപോയാൽ ആ ദിവസത്തിൽ എനിക്കിനി നന്മകൾ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. സമയത്തിന്റെ വില മനസ്സിലാക്കി അത് ഇഹപര ഗുണമുള്ള നിമിഷങ്ങളാക്കി മാറ്റാൻ തികഞ്ഞ ശ്രദ്ധയുള്ളവരാകണം. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക എന്ന ഖുർആനിക വചനം അതിന് നിദാനം. Ramadan Majlis.